പിന്നെ അച്ഛൻ്റെ മൂക്കിൽ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ശ്വാസമില്ല. വയറിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വയറിൽ പതപ്പില്ല, ഒരനക്കവും ഇല്ല. അച്ഛന്ന് കുറേ സമയം ഇങ്ങനെ വിളിച്ചു നോക്കിയിരുന്നു, പിന്നെ ഒരനക്കവും ഇങ്ങനെ. എന്നിട്ട് നമുക്കപ്പം മനസ്സിലായി എന്തായാലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സമാധിയാകുമെന്ന്. അനുജന്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടാണ് സമാധി ആയിട്ടുള്ളത് അന്നേരം. ഇതിപ്പോ ശരിക്കും സമാധി ആയത് അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛന് അത്യാവശ്യമായിട്ട് കാണണം വരുമെന്ന് ചോദിച്ചായിരുന്നു. ഞാനിവിടെ വന്നപ്പോ ഏകദേശം എനിക്ക് എന്റെ ഓർമ്മയിൽ 12:30 കഴിയും. കാര്യം അവിടെ നിന്ന് പറഞ്ഞല്ലോ നിയമത്തിൽ. അപ്പോൾ വരണം. അപ്പൊ ഞാൻ വന്നിട്ട് അച്ചാന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഒരനക്കമില്ല. ഞാൻ അച്ഛൻ്റെ ഇവിടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കി, അപ്പൊ അനക്കല്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചമ്മണം കൂട്ടി അങ്ങനെ ഇരിക്കുകയായിരുന്നു ആര്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വലിച്ചു അച്ഛന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇങ്ങനെ വരുന്നു രണ്ട് കൈ. അപ്പൊ നല്ല ചെറിയതായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പം പിന്നെ അച്ഛൻ്റെ മൂക്കിൽ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ശ്വാസമില്ല. വയറിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വയറിൽ പതപ്പില്ല, ഒരനക്കവും ഇല്ല. അച്ഛന്ന് കുറേ സമയം ഇങ്ങനെ വിളിച്ചു നോക്കിയിരുന്നു, പിന്നെ ഒരനക്കവും ഇങ്ങനെ. എന്നിട്ട് നമുക്കപ്പം മനസ്സിലായി എന്തായാലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സമാധിയാകുമെന്ന്. അനുജന്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടാണ് സമാധി ആയിട്ടുള്ളത് അന്നേരം. ഇതിപ്പോ ശരിക്കും സമാധി ആയത് തന്നെയാണ്. ഇപ്പോ സമാധി മേഡം ചോദിച്ചതുപോലെ സമാധി കുഴിച്ചിട്ടോളെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്തത്. ഇപ്പോ അതായത് ഈ തറയില് ആ കല്ലിന്റെ പേര് അനിയനറിയാം. അപ്പൊ തറയിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭസ്മങ്ങളും കാര്യങ്ങളും എല്ലാം തട്ടാനായിട്ടാണ് ഞാനും അനുജനും കൂടെ രണ്ട് സൈഡും കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. മനസ്സിലായി? വേറെ ആരും വിളിച്ചിട്ടില്ല. അച്ഛന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അതുപോലെ ചെയ്തു. അച്ഛന്റെ കർമ്മം മക്കളല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിലിപ്പോൾ നമ്മുടെ ശത്രു മനോഭാവമായിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത പ്രശ്നം പ്രചരിപ്പിച്ചു, ആവശ്യമില്ലാത്തത് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ്. ഈ കുറച്ചു പേർക്ക് 4-5 വർഷം കൊണ്ട് ഈ ക്ഷേത്രം വന്നതിലും റോഡിൽ ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവച്ചതിലും നാഗരുടെ വിഗ്രഹം വച്ചതിൽ അതെല്ലാം ഞങ്ങളുടെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടുവച്ചതില് കുറെ ഇതില് ജനങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ട്. ഇതിന്റെ എല്ലാ ഒരുമിച്ച് പക ഇപ്പോഴായിരുന്നു അവർ നോക്കിയത്. കാര്യം അവർ നോട്ടീസ് നോക്കിയപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ അവരിത് നോട്ടീസ് കൊണ്ട് ഒട്ടിക്കുന്ന ഇത്. പക്ഷെ ചോദിച്ചു വരുന്നത് നാട്ടുകാരല്ല, ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുള്ളത്.